Welcome to Garam Masala, the magic spices of cooking. Mutta Appam അല്ലെങ്കിൽ Mutta Sirkka. ഇനി നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഡിഷ് റെഡിയാക്കി എടുക്കാം. Mutta Sirkka ആണിത്. വളരെ ഈസിയാണിത്. ഒരുപാട് സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണിത്. ഇത് ചിക്കൻ കറിയുടെയും ഫിഷ് കറിയുടെയും വെജിറ്റബിൾ കറിയുടെയും കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി സെർവ് ചെയ്യാം, അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടും സെർവ് ചെയ്യാം. വളരെ ഈസി ആയി നമുക്ക് ഈ Mutta Sirkka എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയോ ബിരിയാണി റൈസോ എടുക്കാം. ഈ അരിയെ ഞാൻ 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അടുത്തതായി നമുക്ക് ചോറ് എടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചോറ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ മട്ട റൈസിന്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിയിലോട്ട് നമുക്ക് 1 മുട്ട ചേർക്കണം. ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം. ആദ്യം നമുക്ക് അരിയെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1 മുട്ട ചേർക്കാം. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരിയുടെ അതേ ലെവലിൽ വെള്ളം ഒഴിക്കാം. നമുക്കിതിനെ അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റണം. നമ്മുടെ അരി നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചോറ് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചോറാണ് ചേർക്കുന്നത്. നമുക്കിതിനെ വീണ്ടും അരച്ചെടുക്കാം. ചോറ് ചേർക്കുന്നതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആയി വരും നമ്മുടെ Mutta Sirkka. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസ് ആകരുത്, അതുപോലെ ഒരുപാട് ടൈറ്റും ആകരുത്. നെയ്യപ്പത്തിന്റെ ബാറ്ററിന്റെ പരുവമാണ് ഈ Mutta Sirkkയുടെ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഇതിനുവേണ്ടി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നല്ല ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു തവി ബാറ്റർ ഒഴിക്കാം. അടിഭാഗം കുക്കായി വരുമ്പോൾ ഈ Mutta Sirkka പൊങ്ങി വരും. ഇതിന്റെ 2 സൈഡും നമുക്ക് വേവിച്ചെടുക്കാം. നല്ല വെള്ള കളറിൽ നല്ല സോഫ്റ്റ് ആയ Mutta Sirkka ആണ് വേണ്ടതെങ്കിൽ നമുക്ക് 1 മിനിറ്റ് മുതൽ നമുക്ക് 1.5 മിനിറ്റ് വരെയൊക്കെ വേവിച്ചാൽ മതി. എന്നാൽ മുകൾ ഭാഗം കുറച്ച് ഫ്രൈ ആയി വരണമെങ്കിൽ നമുക്കിതിനെ 2 മിനിറ്റോളം എണ്ണയിൽ വെക്കാം. നമ്മുടെ ഒരു Mutta Sirkka റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിനെ കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത Mutta Sirkka റെഡിയാക്കി എടുക്കാം. നമുക്ക് എണ്ണയിലോട്ട് ഒരു തവി ബാറ്റർ ഒഴിക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ അടുത്ത Mutta Sirkkയും റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ Mutta Sirkkയും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ Mutta Sirkka റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയുടെയും ഫിഷ് കറിയുടെയും മട്ടൻ കറിയുടെയും കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. താങ്ക് യു.